റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സിയാദ്, ഞാൻ കരുതി താങ്കൾക്ക് മദീനയിൽ കുറച്ച് ബുദ്ധിയുള്ള ആളാണ് എന്ന്. പക്ഷെ താങ്കൾക്ക് ഇത്രയും ബുദ്ധിയില്ലേ? താങ്കൾ അവലൈസ ഹാസിൽ യഹൂദ വന്നസാറ യഖ്റഊന തൗറാത്ത വൽ ഇൻജീൽ, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും തൗറാത്തും ഇൻജീലും പാരായണം ചെയ്യാത്തവരാണോ? പക്ഷെ അവർക്ക് എന്താണ് പറ്റിയത്? ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, അതനുസരിച്ച് ഒന്നും തന്നെ അവർ പ്രവർത്തിക്കുന്നില്ല. ഇതേ ഒരവസ്ഥ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും. ഞങ്ങൾ വിശുദ്ധ ഖുർആന്റെ വാഹകരാണ്, സ്റ്റഡി സെന്ററുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, സ്റ്റഡി ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, വിശുദ്ധ ഖുർആനാണ് ഞങ്ങളെ മാർഗദർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ വിശുദ്ധ ഖുർആനെ പിന്നോട്ട് വലിച്ചെറിയുന്ന അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഒരു ഉദാഹരണം മാത്രം ഞങ്ങൾ മുമ്പാകെ വെക്കാം. ഈ അടുത്ത കാലത്ത് ഗൾഫ് യുദ്ധമുണ്ടായി. അതിൻ്റെ പരിണിത ഫലമായിട്ട് സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെടുകയുണ്ടായി. വളരെയധികം വേദനയോടുകൂടി ആ ദൃശ്യങ്ങൾ ഞാനും നിങ്ങളും ടി വിയിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും മനം തീർച്ചയായും വേദനിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെന്നല്ല, മുസ്ലിങ്ങളുടെയും ഹൃദയം വേദനിച്ചിട്ടുണ്ട്. അത്രയും ധീരോദാത്തമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തെ കൊന്ന അവസ്ഥ. ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംഭവം നടന്നപ്പോൾ, ഈ ഒരു സംഭവം നടക്കാനുണ്ടായിരിക്കുന്ന അടിസ്ഥാന കാരണം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായിരിക്കുന്ന ലംഘനമാണ് എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് കുണ്ഠിതമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വൈൻ താഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഅത ഇഹ്ദാഹുമാ അലൽ ഉഖ്റ ഫഖാതിലു ലത്തി തബഗി. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ നിർദ്ദേശമാണ്. വൈൻ താഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു, മുഅ്മിനീങ്ങളായിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലടിക്കുകയാണെങ്കിൽ, യുദ്ധം ചെയ്യുകയാണെങ്കിൽ, രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഫസ്ലിഹു ബൈനഹുമ, മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് ഇസ്ലാഹ് വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്, അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇനി ഒരു കക്ഷി അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് ആ അക്രമിയെ ഒതുക്കാൻ വേണ്ടി പ്രയത്നിക്കണമെന്നാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. ഇതൊക്കെ എല്ലാ പണ്ഡിതന്മാർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് സദ്ദാം ഹുസൈൻ എന്ന ഭീകരനെ, അങ്ങനെയാണല്ലോ സൗദി അറേബ്യയും ലോകമൊക്കെ പറയുന്നത്, ആ ഭീകരനെ ഒതുക്കാൻ വേണ്ടി ഇന്ന് മുസ്ലിങ്ങൾ ചെയ്തത് എന്താണ്? ജൂതരെയും ക്രിസ്ത്യാനികളെയും കൂട്ടുപിടിച്ചു. എന്നിട്ട് വളർന്നു വരുന്നൊരു മുസ്ലിം രാഷ്ട്രത്തെ തകർക്കാൻ അവർ രംഗത്തിറങ്ങി. വിശുദ്ധ ഖുർആൻ ഇവർക്ക് നേരത്തെ നൽകിയൊരു പാഠമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നോക്കുക, പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത് ആരെക്കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, മതപരമായിരിക്കുന്ന കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ, അതായത് നിങ്ങളെ ഉറ്റ ബന്ധുക്കളായിക്കൊണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്നാണ്. എത്ര വ്യക്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പാഠമൊക്കെ മുസ്ലിം ലോകത്തിന് അറിയാമായിരുന്നു. 1991 ഫെബ്രുവരി 15 വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ഷബാബ്, എല്ലാവർക്കും അറിയാമല്ലോ ഷബാബ്. ആ ഷബാബിൽ ഇത് സംബന്ധമായിട്ട് എഴുതുകയുണ്ടായി. ഈ ഖുർആൻ കൽപ്പന ഞങ്ങൾക്ക് അറിയാം, മുസ്ലിം ഉച്ചകോടിക്കറിയാം, പക്ഷെ ഒക്കെ അറിഞ്ഞിട്ട് എന്താ എഴുതിയറിയാം? ഇവിടെ അതിക്രമകാരികളായ വിഭാഗത്തോട് അതിക്രമം കഴിയുന്നത് വരെ പോരാടണമെന്ന കൽപ്പന മുസ്ലിം സമൂഹത്തോടാണ്, അഥവാ മുസ്ലിം രാഷ്ട്രങ്ങളോടാണ്. ഇന്ന് ഇറാഖ് എന്ന അതിക്രമകാരിയോട് പൊരുതി അതിക്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിവുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ഇല്ലെന്നാണ് ഇസ്ലാമിക ഉച്ചകോടികൾ തെളിയിച്ചത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇടപെടലിനെ നാം വീക്ഷിക്കേണ്ടതെന്ന്. അതായത് വിശുദ്ധ ഖുർആൻ ഒന്ന് പറയുന്നു, നിങ്ങൾ തഖ്വയോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്ന്. ഈ അധ്യാപനം എടുത്തുകൊണ്ട് ഹദ്റത്ത് മിർസ താഹിർ അഹമ്മദ് റഹ്മത്തുള്ളാഹി തആല 1990 മുസ്ലിം ലോകത്തോടൊരു വാർണിംഗ് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, ഒരു താക്കീത് നൽകുകയുണ്ടായി. വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന നിങ്ങൾ അവഗണിക്കരുത്. അവഗണിച്ചാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പിന്തിരിയാൻ പറ്റാത്ത പരാജയം നേരിടേണ്ടി വരുമെന്ന്.
അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കേൾപ്പിക്കുകയാണ്. 1990 ഓഗസ്റ്റ് മാസം 17-ാം തീയതി അദ്ദേഹം വെള്ളിയാഴ്ച ചെയ്ത പ്രസംഗത്തിലാണ് ഇറാഖിനോടും മുസ്ലിം രാഷ്ട്രങ്ങളോടും പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും തന്നെ ഈ വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശത്തെ പിൻപുറം തള്ളരുത് എന്ന്. ഉച്ചകോടി പറഞ്ഞ് നമുക്ക് പിൻപുറമൊക്കെ തള്ളിയിട്ട് നമുക്ക് അമേരിക്ക വിളിക്കാം, ബ്രിട്ടനെ വിളിക്കാം, പിന്നെ എന്താകുമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വിളിച്ചാൽ എന്താകുമെന്ന് അദ്ദേഹം പറയുകയാണ്. അള്ളാഹുവിൻ്റെ പാഠമനുസരിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനത്തിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അതിന് സ്വയം പ്രതിവിധി ഉണ്ടാക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസമുണ്ടെങ്കിൽ, ഇപ്പോൾ ബദർ യുദ്ധം ജയിച്ചത് എങ്ങനെയാണ്? ആൾബലം കൊണ്ടാണ് മുസ്ലിങ്ങൾ ബദർ യുദ്ധം ജയിച്ചത്? ഒരിക്കലുമല്ല. 313 പേര് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ, കുട്ടികൾ, വൃദ്ധന്മാർ, മരത്തിൻ്റെ കുറച്ച് വാള്, ഇതുകൊണ്ട് പോകണം 1000 പേരടങ്ങുന്ന എല്ലാവിധത്തിലുള്ള യുദ്ധസന്നാഹങ്ങളുമുള്ളൊരു സൈന്യത്തെ നേരിടുന്നത്. ഭൗതികമായി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല. മുസ്ലിങ്ങൾക്കറിയാം മലക്കുകൾ ഇറങ്ങി സഹായിച്ചതാണ് എന്ന്. എന്തേ ആ വീര്യം ഇന്ന് മുസ്ലിങ്ങൾക്കില്ലേ? ആ വിശ്വാസം ഇന്ന് മുസ്ലിങ്ങൾക്ക് എവിടെ പോയി? അതാണ് മിർസ താഹിർ അഹമ്മദ് അവരോട് പറയുന്നത്. അള്ളാഹുവിൻ്റെ പാഠമനുസരിച്ച് ഇസ്ലാമിൻ്റെ അധ്യാപനത്തിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അതിന് സ്വയം പ്രതിവിധി ഉണ്ടാക്കും. ഇറാഖിൻ്റെ തലക്കുമീതെ ആടിക്കൊണ്ടിരിക്കുന്ന ഈ വിപത്തുകളിൽ നിന്ന് അള്ളാഹു അതിനെ രക്ഷിക്കും. നമ്മുടെ വിനീതമായ ഒരു അപേക്ഷയും ഉപദേശവുമാണിത്. കാരണം ഖുർആനിക പാഠമാണ് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴി സ്വീകരിച്ച് എൻ്റെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഭയാനകമായ വിപത്തുകളെ മുസ്ലിം ലോകം കാണാൻ പോവുകയാണ്. പിന്നീട് കാലങ്ങളോളം വിലപിച്ചും നിലവിളിച്ചും തലയിട്ടടിച്ചും ഇരിക്കേണ്ടതായി വരും. ഇന്ന് മുസ്ലിം ലോകത്തിൻ്റെ അവസ്ഥയാണ്. ആരുമില്ല മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ആരും തന്നെ അനക്കാൻ പോലുമില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് നിശബ്ദമായി, അതായത് ഇദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആന്റെ പാഠമനുസരിച്ചുകൊണ്ട് മറ്റെല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും സദ്ദാം ഹുസൈനെതിരെ സമ്മർദ്ദം ചെലുത്തണം, നിങ്ങൾ കുവൈത്തിൽ നിന്നും പിന്തിരിയുക, അതേപോലെ തന്നെ ബന്ദികളെ പിടിച്ചതെല്ലാം തന്നെ അവരെ സ്വതന്ത്രരാക്കുക, ആരെയും തന്നെ ടൂറിസ്റ്റുകളെ ഒന്നും ബന്ദികളാക്കാൻ പാടില്ല, അവരെല്ലാം ഓരോ രാഷ്ട്രത്തിൻ്റെയും തന്നെ അമാനത്തുകളാണ്, അമാനത്തിൽ ഒരിക്കലും തന്നെ വഞ്ചന കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് താങ്കൾ കുവൈത്തിൽ നിന്നും പിന്മാറുക, എന്നാൽ പിന്നീട് വളൻ ശക്തിയായി താങ്കൾ വളരുന്നതാണ് എന്ന്. ഇത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് നിശബ്ദമായി യുക്തിയോടുകൂടി അവർ മുന്നോട്ട് നീങ്ങിയാൽ ആഗോള ഇസ്ലാം അടുത്ത 10-15 വർഷത്തിനുള്ളിൽ അന്യർക്ക് അവഗണിക്കാൻ കഴിയാത്ത വിധം അജയ്യ ശക്തിയായി മാറും. ഇന്ന് അബദ്ധം പിണഞ്ഞാൽ, 1990-ലാണ് പറയുന്നത്, തെറ്റുപറ്റിയാൽ മടങ്ങി വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ഭയാനകമായ നാശത്തിന്റെ ഗർത്തത്തിൽ ആപതിക്കും. സദ്ദാം ഹുസൈൻ ആ ഗർത്തത്തിലാണ് 15 വർഷത്തിന് ശേഷം, 1990 കൂട്ടിക്കോളൂ, 2005 അദ്ദേഹം പിടിക്കപ്പെടുന്നു, 2006 തൂക്കിലേറ്റപ്പെടുന്നു. ആ ഗർത്തത്തിൽ ആപതിക്കുമെന്ന് 15 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അത് വിശുദ്ധ ഖുർആന്റെ വ്യക്തമായിരിക്കുന്നല്ല. എങ്ങനെ കൂട്ടുപിടിക്കരുത് എന്ന് അള്ളാഹു ഇന്ന സമൂഹങ്ങളെ നിങ്ങൾ കൂട്ടുപിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ പേടിച്ച് കൂട്ടുപിടിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജനിക്കുന്നതിന് മുമ്പ് അബ്റഹത്ത് കഅബയെ തകർക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ വലിയൊരു ആനപ്പടയുമായിട്ടാണ് അബ്റഹത്ത് വന്നത്. അപ്പോൾ അബ്റഹത്ത് വന്നപ്പോൾ അബ്റഹത്തിൻ്റെ സൈന്യം അബ്ദുൽ മുത്തലിബിൻ്റെ കുറേ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ചു. അങ്ങനെ ഉടനെ തന്നെ പറഞ്ഞു, ഞാനിതാ കഅബം പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അറബികളെ ആകെയുള്ള പ്രതീക്ഷ കഅബമായിരുന്നു, കഅബത്തുള്ള. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ്, നമ്മൾക്കൊന്നും നേരിടാനുള്ള കഴിവൊന്നുമില്ല, കഅബം പൊളിക്കാൻ ആരെങ്കിലും വന്നാൽ തന്നെ ശക്തി നമുക്കില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാം മലമുകളിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് അബ്റഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അബ്റഹത്ത് കരുതി എന്തോ ഒരു ചർച്ചയൊക്കെ ചെയ്ത് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനിൽ ഈ പരിപാടി ഞങ്ങളോട് തിരിച്ചു പോകാൻ വേണ്ടി പറയാനായിരിക്കും വന്നത് എന്നാണ് അബ്റഹത്ത് മനസ്സിലാക്കിയത്. പക്ഷേ അബ്ദുൽ മുത്തലിബ് പറയുകയുണ്ടായി, എൻ്റെ ഒരു 200 ഒട്ടകത്തെ താങ്കളുടെ സൈന്യം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അതെനിക്ക് വേണം. അപ്പം അബ്റഹത്തിനാകെ ദേഷ്യം പിടിച്ച്, ഞാനിവിടെ വലിയൊരു ആനക്കാര്യമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ചേനക്കാര്യമായിട്ടാണ് വന്നത്. അതായത് കഅബം പൊളിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് 200 ഒട്ടകങ്ങളുടെ കാര്യം.
ഇതാണ് നിങ്ങൾ. ഞാൻ കരുതി അദ്ദേഹം അബുറത്ത് പറഞ്ഞു, ഞാൻ കരുതി നിങ്ങൾ വലിയൊരു നേതാവായിരിക്കും, മക്കയുടെയൊക്കെ നേതാവല്ല, അപ്പോൾ വലിയ ഒരു ബുദ്ധിമാന്മാരായിരിക്കും എന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ താങ്കൾ ഇപ്പോൾ ഞാൻ കഅബ പൊളിക്കാൻ വേണ്ടി പോകുമ്പോൾ താങ്കൾ ഒട്ടകത്തെ ചോദിക്കാനാണ് വന്നത്, ലജ്ജയില്ലേ താങ്കൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ ഒരു ഈമാൻ പോലും ഇന്ന് മുസ്ലിം ഉച്ചകോടിക്കില്ല എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ എന്താ അറിയാമോ? അബ്രഹത്തെ, ഞാൻ ഒട്ടകത്തിന് ഉടമസ്ഥനാണ്, അത് നോക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ആ കഅബയ്ക്ക് ഒരു ഉടമസ്ഥനുണ്ട്, ആ കഅബ ആ ഉടമസ്ഥൻ നോക്കിക്കോളും, അബ്ദുൽ മുത്തലിബ് നോക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇത്രയെങ്കിലും ഒരു ഈമാൻ ഇന്ന് മുസ്ലിം ലോകത്തിനുണ്ടായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ ഈ വിധത്തിൽ പിന്മുറം തള്ളുമായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞത്, വലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മ മസാജിദും ആമിറത്തും വയ ഖറാബും മിനൽ ഹുദാ. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, അന്ന് പള്ളികൾ ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ പറയുന്നു, പള്ളികൾ എടുക്കുന്ന കാര്യത്തിൽ മത്സരിക്കുന്നതാണ്. ഇന്ന് ഓരോ മഹല്ലിലും എത്ര പള്ളികളാ? പോകട്ടെ, പള്ളികൾ നല്ല കാര്യമാണ്, നമ്മളവിടെ ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, വയ ഖറാബും മിനൽ ഹുദാ, ഹിദായത്ത് അവിടെ ലഭിക്കുകയില്ല എന്നാണ്. പണ്ടുള്ള പള്ളികളായിരുന്നു മുസ്ലിം ലോകത്തിന് മാർഗദർശനം നൽകിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, പള്ളിയിൽ കയറുമ്പോൾ എവിടെ നിന്നാണ് അടി വരിക, മുളക് പൊടി വരിക എന്നറിയില്ല, പോലീസ് കാവൽ. ഞാൻ അതിലേക്ക് വിശദീകരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ പള്ളികളെ സംബന്ധിച്ചും മദ്രസകളെ സംബന്ധിച്ചും പലതും പേപ്പറിൽ വരുന്നു, വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, പത്രക്കാരായ നിങ്ങൾക്കെല്ലാം അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു എത്ര കറക്റ്റാണ്. തുടർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറയുന്നു, ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മിൻ ഇന്ദിയും തഖ്റുജുൽ ഫിത്ന വഫീൻ തഊദ്. അന്നുള്ള ഉലമാക്കൾ ആകാശത്തിന് കീഴിൽ നികൃഷ്ട ജീവികളായിരിക്കും. ആ നികൃഷ്ട ജീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കും പോകുന്നില്ല, കാരണം ഇതെല്ലാം റസൂലുള്ളാഹിൻ്റെ വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞു, ഒരിക്കലും ആ ഹദീസ് കേൾപ്പിക്കാം, എൻ്റെ ഉമ്മത്തിൽ കുഴപ്പങ്ങളുണ്ടാകും, ഫയസീറുന്നാസ് ഇലാ ഉലമാഇഹിം, അങ്ങനെ അവരുടെ ഉലമാക്കളെടുത്ത് ജനങ്ങൾ പോകും, ഭയങ്കര കുഴപ്പമൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, എന്താണ് സാഹിബേ ഇത് എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്ന. അപ്പോൾ എന്താ സ്ഥിതി അറിയാം? അപ്പോൾ അവർ ഉലമാക്കളെ കാണും, ഫൈദാ ഖിറദത്തും വ ഖനാസീർ, അവർ കുരങ്ങുകളും പന്നികളും പോലെ ജനങ്ങൾ അവരെ കാണുന്ന. അതാണ് തഹ്ത അദീമിസ് സമാ, ആകാശത്തെങ്കിലെ ഏറ്റവും കൃഷ്ണജീവികൾ. അവരിൽ നിന്ന് ഫിത്നകൾ പുറപ്പെടും, ഫിത്ന അവരിലേക്ക് പോകും. കാരണം ഞാനിത് പറയുന്നത് ഒന്ന് എടുത്തു പറയാനുള്ള കാരണം, ഇവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉന്നയിക്കാം. ഇവിടെ ഈ മുസ്ലിങ്ങൾ അധപ്പതനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ഡിതന്മാരില്ലേ, അവർ നന്നാക്കിക്കൊള്ളില്ലേ, നന്നാക്കില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പണ്ഡിതന്മാരടുത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഫിത്ന ഒക്കെ അവിടെ നിന്നാണ് ഉണ്ടാവുക, അവരിലേക്ക് അതിന് തിരിച്ചു പോകും. ഞാൻ കേരളക്കരയിലുള്ള നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ ഇന്ന് മുസ്ലിം കക്ഷികൾ തമ്മിൽ അവർ പരസ്പരം തമ്മിലടിക്കട്ടെ, അവർക്ക് അവരുടേതായിരിക്കുന്ന വഴി സ്വീകരിക്കാം. പക്ഷേ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ സുന്നികൾ രണ്ടായി, നമുക്കറിയില്ല എന്തിന് പിളർന്ന് എന്തൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായി സുന്നികൾ മുമ്പോട്ട് വെച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഖുത്ബ അറബി തന്നെ വേണം, തറാവി അത് 18-3-21 തന്നെ വേണം, ഖുത്റാത്തീബ് അതുപോലെ തന്നെ മൗലൂദ് ഇതെല്ലാം വേണം. സുന്നികൾ രണ്ടായപ്പോൾ ഇവരിൽ ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഖുത്ബ അറബി തന്നെ വേണമെന്നാണ്, തറാവിയിൽ വ്യത്യാസമില്ല, അതേപോലെ തന്നെ റാത്തീബുകളിലും മൗലൂദുകളും വ്യത്യാസമില്ല. ഒരു സാധാരണ വ്യക്തിക്ക് ചോദിക്കാനുള്ള, പിന്നെ എന്തിനാ നിങ്ങൾ